ذلك الكتاب لا ريب فيه هدى للمتقين. ഇതാണ് ഗ്രന്ഥം. ഇതിൽ സംശയം ഒട്ടുമേയില്ല. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് സന്മാർഗ ദർശനമെത്രേ ഈ ഗ്രന്ഥം. ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ആര് കൈമുതലാക്കുന്നുവോ അവൻ രക്ഷപ്പെട്ടവൻ തന്നെയാണ്. അവൻ്റെ സമ്പാദ്യമാവട്ടെ, അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് വശങ്ങളായാലും പ്രാർത്ഥനയാവട്ടെ ഒക്കെ പരിശുദ്ധ ഖുർആൻ കൈമുതലാക്കിക്കൊണ്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവനിക്ക് അതിൽ സംതൃപ്തിയും അതിൽ വിജയവും വരിക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ നമ്മളുടെ വഴിവിളക്കാണ്. അതാണ് നമ്മളുടെ ഹൃദയത്തിലെ വിളക്ക്. ഹൃദയത്തിലൊരു വിളക്ക് കത്തിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഒരു ദിക്റിനെ ഉരവിട്ടുകൊണ്ട്, എന്നിട്ട് അതിന് ശേഷം ദിക്ർ, അവന് ശേഷം ദുആയിലേക്ക് അവൻ സുഹൃതനാവുക. ഇതാണ്. അപ്പോൾ ഈ ദിക്ർ കൊണ്ട്, ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ദിക്ർ കൊണ്ട് തീർച്ചയായിട്ടും ഐശ്വര്യങ്ങൾ വർദ്ധിക്കും. വളരെയധികം ഐശ്വര്യം വർദ്ധിക്കുകയും ധനപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. എന്ന് വെച്ചാൽ കോടീശ്വരനാകും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നില്ല. പകരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ധനം നിങ്ങളിൽ വന്നു ചേരും. ഐശ്വര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നമ്മളെ കാണുമ്പോൾ ഒരു ഐശ്വര്യമുള്ളവനും ഒരു ബുദ്ധിമുട്ട് ഇല്ലാത്തവനുമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നതാണ്. അതിന് ഈ ദിക്റിനെ നിങ്ങൾ ഒരു 313 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. 313 പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കണക്ക് പതിവാക്കണം. അത് നിങ്ങൾ ചാനലിലൂടെ കേൾക്കുന്ന ഏത്, അല്ലെങ്കിൽ പഠിക്കുന്ന ഏത്, അല്ലെങ്കിൽ ഉസ്താദുമാരുടെ വായിൽ നിന്ന് പറയുന്ന ഏത് ദിക്റുകളായാലും, അല്ല ഇനി നിങ്ങൾക്ക് ഒരു ദിക്റ് ജീവിതത്തിൽ പതിവാക്കണം എന്നുണ്ടെങ്കിൽ ആ ദിക്റിനെ ഒരു കണക്കനുസരിച്ചാണ് പതിവാക്കേണ്ടത്. എന്താ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയാം? നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകളുണ്ടല്ലോ, കാലത്തിൻ്റെ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് മനുഷ്യവാസം ഭൂമിയിൽ ഉണ്ടായ അന്ന് മുതൽ മനുഷ്യർ ഓരോ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിക്റുകൾ ഓരോ മനുഷ്യർ ചൊല്ലുമ്പോഴും അവരുടെ അടുക്കൽ മലക്കുകൾ, ആ ദിക്റിനായിട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവിടെ ഇറങ്ങുന്നുണ്ട്. അവർ പതിവായിട്ട് ചൊല്ലുന്ന ദിക്റിനെ പതിവായിട്ട് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിക്റിന് നമ്മൾ പതിവായിട്ട് ചൊല്ലണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് പതിവായിട്ട് ഒരു 313 പ്രാവശ്യം ഒരാൾക്ക് പതിവായിട്ട് ചൊല്ലാൻ സാധിക്കില്ല എങ്കിൽ അയാളത് ഏറ്റെടുക്കരുത്. പിന്നെ അത് തുടങ്ങുന്നത്, അയാളത് എന്നും പതിവാക്കേണ്ടത് 11 പ്രാവശ്യമാണെങ്കിൽ ആ 11 പ്രാവശ്യം എന്നും ചൊല്ലാൻ കഴിയണം. അല്ലെങ്കിൽ ഒരു 33 പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ ചൊല്ലാൻ കഴിയണം. 101 പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ ചൊല്ലാൻ കഴിയണം. ചൊല്ലാൻ കഴിയുന്ന അത്ര മാത്രം ഒരാൾ പതിവാക്കുന്ന സമയം അതുപോലെ തന്നെ ഏതാണ് നിനക്ക് സൗകര്യപ്പെടുന്ന സമയം, ആ സമയത്തെ പിടിച്ച് പതിവാക്കുക. സമയങ്ങളിൽ നല്ല സമയം ഒന്ന് മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെയും ഇടയിലാണ്. പിന്നൊന്ന് സുബഹിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബഹിൻ്റെ മുമ്പ്, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷം. വെള്ളിയാഴ്ച അസ്ർ നിസ്കാരം, ഇനി ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് തുടങ്ങുന്നതെങ്കിൽ, ഇത് കൊണ്ടു നടക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച അസ്റിൻ്റെ ശേഷം മാത്രം. അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലുന്ന ദിക്ർ, ആ ചൊല്ലുന്ന സമയത്ത് മലക്കുകൾ അവിടെ ഹാജരാകും. അഥവാ അത് നിങ്ങൾ ചൊല്ലാതെ ഇട്ടും കൊണ്ട് വീഴുകയാണെങ്കിൽ ആ സ്ഥിരം വരുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ ശപിക്കും. അതുകൊണ്ട് സ്ഥിരം ചൊല്ലുകയാണെങ്കിൽ അത് സ്ഥിരം പതിവാക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ അങ്ങനെ പതിവാക്കുക. ദിവസത്തിൽ ഒരു സമയം അതിന് കണ്ടെത്തുക. ഏത് ദിക്റുകൾ നിങ്ങൾ ചാനലിൽ നിന്ന് കേട്ടതാവട്ടെ, അല്ല മറ്റുള്ളവർ പറഞ്ഞു കേട്ടതാവട്ടെ, നിങ്ങൾ കണ്ടുപഠിച്ചതാവട്ടെ, ഏത് ദിക്റുകൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിലും അതിന് സമയം തിരഞ്ഞെടുക്കണം. നിങ്ങൾ ഒരു സമയം അതിന് പതിവായി ചൊല്ലാൻ ഒരു സമയം തിരഞ്ഞെടുക്കണം, ഒരു കണക്കും തിരഞ്ഞെടുക്കണം.
നിങ്ങളുടെ ഉദ്ദേശം ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം ചോദിക്കാൻ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശത്തിന് അള്ളാഹു ഉദ്ദേശം കബൂലാക്കും. നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കും. ചൊല്ലാനുള്ള ദിക്ർ യാ ജലീൽ എന്ന ദിക്റാണ്. യാ ജലീൽ ജല്ല ജലാലുഹു എന്നാണ് ദിക്ർ ചൊല്ലേണ്ടത്. ഇത് ഐശ്വര്യം വർദ്ധിക്കാനുള്ള ദിക്റാണ്. നമുക്ക് ഐശ്വര്യം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അത് വർദ്ധിക്കാൻ കോടീശ്വരനാകും. ഖുർആനിൽ ഏത് ആയത്തോതിയാലും ഏത് സൂറത്തോതിയാലും കോടീശ്വരനൊന്നും ആവില്ല. ഐശ്വര്യമുണ്ടാകും, ബർക്കത്തുണ്ടാകും. ആ ബർക്കത്താണ് എന്താവുന്നത്? ആ ബർക്കത്താണ് വർദ്ധിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയിൽ നമ്മളൊരു വായ നട്ടു കഴിഞ്ഞാൽ ആ വായ ഒരു വായമേൽ തന്നെ ഒരുപാട് കുലയുണ്ടാവില്ല, ഒരു കുലയുണ്ടാവുകയുള്ളൂ. ആ കുല എത്ര കണ്ട് ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് തരുന്ന ആൾക്ക് പറയാനും വയ്യ. ചിലപ്പം കുറഞ്ഞതായിരിക്കും, ചിലപ്പം കൂടിയതായിരിക്കും. എന്നാലും ആ വായയുടെ അടിയിൽ മുള പൊട്ടി മറ്റ് തൈകൾ ഉണ്ടാകും. അതാണ് ആ വായയുടെ ബർക്കത്ത്. ഇതേപോലെ നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലും വഴികളിലൊക്കെ നമുക്ക് ധനവർദ്ധനവുണ്ടാകും. ഇതാണ് പറയുന്നത്. ഇതാണ് ബർക്കത്തുണ്ടാകുമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. മാത്രമല്ല അവന് ഇഷ്ടപ്പെടും. അവന് ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു നിസ്കാരത്തിൻ്റെ ശേഷമാണത് തിരഞ്ഞെടുക്കേണ്ടത്. ഈ സമയം അല്ല, നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാൻ പറ്റിയില്ല, നിങ്ങൾ സ്ഥിരം ചൊല്ലുന്ന സമയത്ത് ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ആ ചൊല്ലാൻ പറ്റാത്ത ദിവസം ആ ദിക്റിന്, ഏത് ദിക്റിനായാലും, ഞാൻ ഈ ദിക്ർ എന്ന് പറയില്ല, ഏത് ദിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല ദിക്റുകളും കൊണ്ട് നടക്കുന്നുണ്ടാവും. ഏത് ദിക്റിനെയാണെങ്കിലും നിങ്ങൾ പതിവായി ചൊല്ലുന്ന സമയം വിട്ട് മറ്റൊരു സമയത്തേക്ക് നിങ്ങൾ മാറ്റിയാൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ചൊല്ലണം. അള്ളാഹുവെ, നിനക്ക് വേണ്ടി ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഖളാഉൽ ഹാജത്തിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി സുന്നത്ത് നിസ്കരിച്ച ശേഷം അവിടെ ഇരുന്നിട്ട് നിങ്ങളത് ചൊല്ലി തീർക്കണം. 7 പ്രാവശ്യമാവട്ടെ, 11 പ്രാവശ്യമാവട്ടെ, 101 പ്രാവശ്യമാവട്ടെ, 313 പ്രാവശ്യമാവട്ടെ, ഏത് പ്രാവശ്യമായാലും ഇങ്ങനെയാണ് തുടരേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.